ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകൾ ഇന്നുണ്ടാകും. വ്യാപാര യുദ്ധം മുതൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വരെ ഇവർ തമ്മിൽ ചർച്ച നടത്തുമെന്നാണ് വിവരം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒരുപാട് ട്രേഡ് താല്പര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. ഏറ്റവും അവസാനം പശ്ചിമേഷ്യയിലെ കാര്യവും. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുന്നത് ഒരു വമ്പൻ ടീമുമായിട്ടാണ്. എലോൺ മസ്ക്, ജെൻസൺ ഹുവാങ് എൻവിഡിയയുടെ, അതുപോലെ ആപ്പിളിന്റെ ടിം കുക്ക്, അതുപോലെ ബോയിങ്ങിന്റെ പ്രസിഡന്റ് കെല്ലി ഓട്ട്ബർഗ്, ഡൈന പവൽ മെറ്റയുടെ വൈസ് ചെയർമാനാണ്. അതുപോലെ ബ്ലാക്ക് സ്റ്റോൺ സ്റ്റീഫൻ ഷോസ്മാൻ ആണ് അവരെ പ്രതിനിധീകരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ബ്ലാക്ക് സ്റ്റോൺ ആണ് ഏതാണ്ട് $300 മില്യൺ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ട്രംപ് ക്യാബിനറ്റിൽ നിന്ന് മാർക്കോ റൂബിയോ, പീറ്റ് ഹെക്സത്ത്, സ്കോട്ട് ബസന്ത്, സ്റ്റീഫൻ മില്ലർ, അങ്ങനെ ഒരു വമ്പൻ ടീമുമായിട്ടാണ് എയർഫോഴ്സ് വണ്ണിൽ അവിടെ എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ട്രംപ് പറയുന്നത് അസാമാന്യ വ്യക്തിത്വമുള്ള ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനോട് ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തരാൻ ആവശ്യപ്പെടുമെന്നാണ്. എന്നാൽ മാത്രമേ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ടീമിന് അവരുടെ മാജിക് ചൈനയിൽ കാണിക്കാൻ കഴിയൂ എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ വിഷയം ഇതിൽ വരും. ഇത് കൂടാതെ ആണവായുധ നിയന്ത്രണ കരാറുകളിലൊക്കെ ചൈനയെ ഉൾപ്പെടുത്തുവാൻ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകും. ഇത് ഒരുപക്ഷെ ഈ ചർച്ചകളെയൊക്കെ കൂടുതൽ സങ്കീർണമാക്കും. എസ് കെ 2020 ചൈന വളരെ രഹസ്യമായി ഒരു ആണവ പരീക്ഷണം നടത്തിയെന്ന് അമേരിക്കയുടെ ഒരു ആരോപണവും ഉണ്ടെന്നുള്ളതോടെ ഓർക്കണം. ഇന്ന് രാവിലെ, അതായത് അല്പമണിക്കൂറുകൾക്കകമാണ് ബെയ്ജിങ്ങിൽ ഈ 2 ദിവസത്തെ ചർച്ചകൾ ആരംഭിക്കുന്നത്. സാങ്കേതിക വിദ്യ, വ്യാപാരം, അതുപോലെ തൈവാൻ ഇതിലെ ഒരു പ്രധാന വിഷയമായിട്ട് വരും. ഈ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രാഥമിക ലക്ഷ്യം. മറ്റൊന്ന് ഇറാൻ യുദ്ധമാണ്. ഇറാനിലെ എണ്ണയുടെ ഒരു മെയിൻ കസ്റ്റമറാണ് ചൈന. അതുകൊണ്ട് ചൈനയുടെ സ്വാധീനം ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുവാൻ ഇറാനെ പ്രേരിപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെടുമെന്നും പറയുന്നു. അതിന് പകരം ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകണമെന്ന് ഷി ജിൻപിങ്ങും ആവശ്യപ്പെടും. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻവിഡിയയുടെ അതിന്റെ ജെൻസൺ ഹുവാങ് ഈ ടീമിൽ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു വാർത്ത വന്ന. ആ വാർത്ത കറക്റ്റ് ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ചത് ഈ ജെൻസൺ ഹുവാങ് അലാസ്കയിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ എയർഫോഴ്സ് വണ്ണിൽ ഇദ്ദേഹം ഈ പ്ലെയിനിൽ ഇല്ല, ഈ ലിസ്റ്റിൽ ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് ട്രംപ് തന്നെ ആവശ്യപ്പെട്ട് അവിടെ വെച്ച് പാതി വഴിക്ക് ഈ സംഘത്തോടൊപ്പം ചേരുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മസ്കുമായിട്ടൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു, പിണങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ ഒരു ആവശ്യം വന്നപ്പോൾ മസ്കുമായിട്ടാണ് ട്രംപ് ചൈനയിലേക്ക് എത്തുന്നത്. ഏതാണ്ട് ഒക്കെ കൂട്ട് തന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും അടയും ചക്കരയാകും. താങ്ക് യു മധു കൊട്ടാരക്കര. ഇപ്പോൾ ചൈനയിലുള്ള ആരാണ് അട, ആരാണ് ചക്കര എന്നറിയാൻ നമ്മൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും.